ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ സിപിഎമ്മും സിപിഐയും നേർക്കുനേറാണ്. പിണറായി പ്രതിരോധിച്ചും സിപിഐയെ കടന്നാക്രമിച്ചും വി ശിവൻകുട്ടി രംഗത്ത് വന്നു. ജനയുഗത്തിൽ പിണറായിക്കെതിരായ സത്യൻ മുഖേരിയുടെ ലേഖനത്തിലൂടെ സിപിഐ രാഷ്ട്രീയ മര്യാദ ലംഘിച്ചുവെന്നാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ജനയുഗത്തിലെ ലേഖനം കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കിയതാണെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു. എല്ലാം താനാണ് എന്ന ഭാവമാണ് പിണറായിക്കെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ല ഇത് എന്നുമാണ് സത്യൻ മുഖേരിയുടെ ലേഖനം. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം നിയമസഭയിൽ ഉണ്ടായത് മുതൽ ആ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. അത് മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് ശരിയാണ്. ഇപ്പോൾ CPI വഹിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു മന്ത്രിമാരെ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ CPI സമ്മതിച്ചില്ലല്ലോ. ഞങ്ങളുടെ CPMൻ്റെ ശക്തിക്ക് അനുസരിച്ചുള്ള സ്ഥാനങ്ങൾ കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ മുന്നണിക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയാണല്ലോ. ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് CPIM ആണ്. പ്രതിപക്ഷ നേതാവിന് ആ കാര്യമെല്ലാം പറയുന്നതിനുള്ള അവകാശവും അധികാരമൊക്കെ ഉണ്ട്. ഉപനേതാവ് പദവിയിലെ പിണറായിയുടെ പ്രതികരണം മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് പി പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതൊരു മുന്നണി മര്യാദയ്ക്ക് ചേരുന്ന ഒരു കാര്യമല്ല. ചർച്ച ചെയ്യാനും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് പറയുക, അഭിപ്രായം പറയുക എന്നത് ഒരു മുന്നണിയുടെ നേതാവിന് യോജിക്കുന്നതല്ല. അവിടെ തകർക്കുന്നത് മുന്നണിയിൽ ഉണ്ടാവേണ്ട ഒരു ഐക്യത്തെയാണ്. മുന്നണിയുടെ ഒരു മര്യാദയാണ്. മുന്നണി മര്യാദ എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും സമവായത്തിലൂടെയുമാണ് മുന്നണിയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. LDFൻ്റെ കൺവീനറും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ആ കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവാണ്. അതിനപ്പുറത്തേക്ക് പറയുമ്പോൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് നേരത്തെ പറഞ്ഞ ചില ധാരണകളും രീതികളുമാണ്. സുനിഷ അയ്യലൂരും ആദിൽ പാലോടും റോഷി പാലും വിശദാംശങ്ങളുമായി ആദ്യം സുനിഷിലേക്കാണ്. സുനിഷ, ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ പ്രതികരണം വരികയാണ്. സത്യൻ മുഖേരി CPI അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ജനയുഗത്തിലെ ലേഖനത്തിന് മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രതികരണം വരുന്നത്. കൂട്ടായ നേതൃത്വമാണ് LDFന്റെ അന്തസത്ത എന്ന് പറയുമ്പോൾ, തുല്യ പങ്കാളിത്തമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ശിവൻകുട്ടി ഖണ്ഡിക്കുന്നത്? ഇതിപ്പോൾ പിണറായി വിജയന്റെ പ്രതികരണത്തോടു കൂടി തന്നെ ചർച്ച, ഒരു ഘട്ടത്തിൽ നടന്നിരുന്ന ചർച്ച ഇനി മുന്നോട്ട് പോകാത്ത ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനോട് എങ്ങനെയാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രതികരണം? സ്മൃതി പറഞ്ഞതുപോലെ കൂട്ടായ നേതൃത്വമാണ് LDFന്റെ അന്തസത്ത എന്ന പേരിലായിരുന്നു സത്യൻ മൊഗേരിയുടെ ലേഖനം ഉണ്ടായിരുന്നത്. പ്രധാനമായും മുന്നണി മര്യാദയാണ്, ധാർമ്മികതയില്ലായ്മയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ നിലപാടുകളും അത്തരത്തിലുള്ള ഒറ്റയ്ക്കാണ് താൻ എന്നുള്ള ഭാവവും അടക്കം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ലേഖനം പറഞ്ഞിരുന്നത്. അതിന് കൃത്യമായി തന്നെ മറുപടി പറയുന്നു മുൻ മന്ത്രിയും ഒപ്പം തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയുമായ വി ശിവൻകുട്ടി എന്നുള്ളതാണ്. മുന്നണി മര്യാദ നടത്തിയിരിക്കുന്നത് CPI ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഭാഷയിൽ അദ്ദേഹം മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കാലഘട്ടത്തിലെല്ലാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ ഉപനേതൃപദവി ആ സ്ഥാനം വഹിച്ചിരുന്നത് CPM തന്നെയായിരുന്നു. അതാണ് ഇപ്പോഴും പിന്തുടരുന്നത്. പക്ഷേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾ മാറ്റാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് CPI മാറിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഇന്ന് വി ശിവൻകുട്ടി പ്രതികരണത്തിൽ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ അടിയന്തരാവസ്ഥ കാലത്തടക്കം കണ്ടതടക്കം പറഞ്ഞുകൊണ്ടാണ്, അതായത് ഒരാശയത്തിന് വേണ്ടി, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആശയം മാറ്റാൻ CPI തയ്യാറാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതുകൊണ്ട് മുന്നണി മര്യാദ കാണിച്ചിരിക്കുന്നത് CPI ആണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് CPI നടത്തുന്നതെന്നും അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് CPI പ്രതികരണം നടത്തുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, പത്രത്തിലൂടെ ഈ ലേഖനത്തിലൂടെയാണ് ഇപ്പോഴും CPI മറുപടി പറയാൻ തയ്യാറാകുന്നത്. ഒരു മുന്നണിക്കകത്തെ കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയാനാണ് തയ്യാറാകേണ്ടത്. പകരം എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടിക്കൊണ്ടൊരു പത്രത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതി, അത് മുന്നണി മര്യാദയല്ല എന്ന കാര്യം കൂടി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സത്യൻ മൊഗേരിയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഈ ലേഖനം CPIയുടെ പത്രത്തിൽ വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികം അതും CPIയുടെ നിലപാടായിരിക്കും. ഇതിൽ കൂട്ടായ ഉത്തരവാദിത്വമുണ്ട്. CPIയുടെ നേതൃത്വം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ
കൃത്യമായ ഒരു പ്ലാനോട് കൂടി തന്നെ, കൂടിയാലോചനയോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന ലേഖനമാണ് ഇത് എന്ന് പറയുന്ന അദ്ദേഹം. അങ്ങനെയല്ല എങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇതിൽ മറുപടി പറയാൻ തയ്യാറാകണമെന്നൊരു കാര്യം കൂടി പറയുന്നു. ഏതായാലും ഒപ്പം മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മൃതി, PM ശ്രീ വിഷയം അടക്കം ഇത്രയധികം പ്രശ്നമാക്കിയത് അത് CPIയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് എന്നൊരു കാര്യം കൂടി ഇന്ന് വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ CPIയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണിക്കകത്ത് CPIM ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് മറുപടി പറയുന്ന ഒരു തരത്തിലേക്ക് കൂടി CPM കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്മൃതി. ശരി.